ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ഇവിടെ KCLൻ്റെ വർക്കുമായിട്ട് വന്നതാണ്. അങ്ങനെ നമ്മളിവിടെ വന്നിരുന്ന് കുറേ നേരം പോസ്റ്റ് ആയപ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ പൈസ തന്നു. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഫുഡ് വാങ്ങാൻ പോവുകയാണ്. ഇവിടുത്തെ വഴിയൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നല്ലതുപോലെ വഴി തെറ്റി കുറേ ദൂരം കറങ്ങിയിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ അവസാനം നമ്മളിതാ കറക്റ്റ് ജംഗ്ഷനിലെത്തി. ജംഗ്ഷനിൽ നിന്നാ പിന്നെ അടുത്തായിരുന്നു കട. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട കടയിൽ കയറി ഒരു 32 ബിരിയാണിക്ക് പറഞ്ഞ്. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ 32 ബിരിയാണി പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ബിരിയാണി കൊണ്ട് നമ്മൾ നേരെ വീണ്ടും സ്റ്റേഡിയത്തിലോട്ട് പോയി. സ്റ്റേഡിയത്തിൽ പോയി അവരൊക്കെ ഫുഡ് കണ്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ അവരൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേരെ വിളിച്ച് എല്ലാവരും വേലത്ത് നിർത്തി. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പണിയരനാണെന്ന്. നമ്മളെ കൂട്ടത്തുനിന്ന് കുറേ പേര് ഈ സ്റ്റേജ് പിടിക്കാൻ കണ്ടപ്പോഴാണ് നമ്മളെ വർക്ക് എന്താണെന്ന് മനസ്സിലായത്. ഈ സ്റ്റേജ് കൊണ്ട് ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ വെക്കുകയായിരുന്നു നമ്മളെ വർക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കൊണ്ടുവച്ച സ്റ്റേജിൻ്റെ പുറത്താണെങ്കിൽ നമ്മളെ കൂടുതലുള്ള രണ്ടുപേർ കയറി നിൽക്കുന്നത്. ഈ കയറി നിൽക്കണവന്മാർ എന്തിനാണ് നിൽക്കണമെന്ന് ഒരു പിടിയില്ല. കാണാനാണെങ്കിൽ ഒരു ഗുണമില്ല. പിന്നെ എന്തിനാണ് ഇവന്മാർ കയറി ഇങ്ങനെ നിൽക്കണമെന്ന് അറിഞ്ഞൂടാ. അവരെന്തിനാണ് പിടിച്ച് നിർത്തിയെന്ന് അറിഞ്ഞൂടാ. ഈ കാണാൻ ലുക്കുള്ള നമ്മളെയൊക്കെയാണെങ്കിൽ ഒരു കൊടിയും തന്നിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇവന്മാരെ കൊണ്ട് സ്റ്റേജിൽ നിർത്തിയിരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായ ഇവന്മാരെല്ലാം സ്റ്റേജിൽ നിൽക്കണം, നാളെ വേറെ ആൾക്കാർ വരും, അവർക്ക് പകരം ഇന്നൊരു ദിവസത്തേക്ക് നിൽക്കണയാണെന്ന്. പിന്നെ ഞാനൊക്കെ പണ്ട് കാണാൻ കുറച്ച് മൊഞ്ചനായതുകൊണ്ട് പറഞ്ഞ് നമ്മുടെ സ്റ്റേജ് പിടിക്കേണ്ട, ടീമിലെ ക്യാപ്റ്റന്മാർ വരുമ്പോൾ അവരോട് കൊടി പിടിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ്. അങ്ങനെ കൊടിക്ക് പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നാളത്തെ പരിപാടികൾ ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി 12 മണിക്ക് ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റായിരുന്നപ്പോഴത്തേൻ്റെ അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ശരി, എന്തൊക്കെ ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ.